ഹലോ ഗൈസ്, ഇത് നാസ് വണ്ടർവേൾഡിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ നജ്ന. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ചുവന്ന നെല്ലിക്കയില്ലേ, അതാണ്. അത് ഒന്ന് ഉപ്പിലിട്ടാലോ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇന്ന് കുറച്ചധികം ചുവന്ന നെല്ലിക്ക വീട്ടിൻ്റെ അടുത്തുനിന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ അത് നമുക്ക് വെറുതെ കഴിക്കുന്നതിനേക്കാളും ഉപ്പും മുളകും ഒക്കെ ഇട്ട് നന്നായി പിടിച്ച് അത് കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്തായാലും കുറച്ച് 2-3 ഡേയ്സ് കഴിയുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ആവുന്നത്. ഇപ്പോൾ നമ്മൾ കല്ലുപ്പാണ് കുപ്പിക്കകത്തോട്ട് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയ ചുമന്ന നെല്ലിക്ക അതിലോട്ട് ഇടുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് തൊണ്ടൻ മുളകും കൂടെ മേടിച്ചായിരുന്നു. നല്ല ഗ്രീൻ കളർ തൊണ്ടൻ മുളക്, നല്ല എരിവുള്ളത്. അതിനെ തൊണ്ടൻ മുളക് എന്നല്ല പറയുന്നത്, നല്ല ഉടങ്കല്ലി മുളക് എന്നാണ് പറയുന്നത്. തൊണ്ടൻ മുളകല്ല കേട്ടോ, ഉടങ്കല്ലി മുളക്. നിങ്ങളുടെ നാട്ടിൽ എന്താ ഈ ചുമന്ന നെല്ലിക്കയും ഉടങ്കല്ലി മുളകിനെയൊക്കെ പറയുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യാവോ? ഇനി നമുക്ക് കുറച്ച് ഉടങ്കല്ലി മുളക് ഇട്ടാലോ? നന്നായിട്ട് 3 വശം കീറിയതാണ് കേട്ടോ. നല്ല എരിവുള്ള മുളകാണേ, അതുകൊണ്ട് ഒരുപാടൊന്നും ഇടുന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഫില്ല് ചെയ്യാണ് കേട്ടോ നെല്ലിക്ക. വീണ്ടും ഫില്ല് ചെയ്ത് അതിനകത്തോട്ട് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുക. ആർക്കൊക്കെയാണ് ചുവന്ന നെല്ലിക്ക ഇഷ്ടമാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എന്താ, എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം നാസ് വണ്ടർവേൾഡ്. ബൈ.